ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ആവശ്യം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം പോയിട്ട് നല്ലൊരു മണം കിട്ടും നമുക്ക്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിൽ ജീരകം, വെളുത്തുള്ളി അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചീര അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇനി നമുക്കതൊരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. 5 മിനിറ്റ് എന്നുള്ളത് ഇത്തിരി കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചീരയില ആയിട്ടുണ്ട്. ഇത് ഇലക്കറി ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇലക്കറികളൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് മാത്രമേ നമ്മൾ ഇളക്കാവൂ, ഇല്ലെങ്കിൽ അത് കുഴഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പപ്പടം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുഞ്ഞു കുഞ്ഞായിട്ട് പൊട്ടിച്ച് കാച്ചി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 പപ്പടം എടുത്തിട്ടുള്ളൂ. പപ്പടം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു വെറൈറ്റി ചീരത്തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തൊട്ട് താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്